ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കേഴ്സിൻ്റെ ഫലൂദ മിക്സ് കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. ഇവിടെ ഞാൻ ട്രൈ ചെയ്ത ഫലൂദ മാംഗോ ഫ്ലേവറിൻ്റെയും എലൈച്ചി പിസ്ത ഫ്ലേവറുമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം വേണ്ടുന്നത് 1 ലിറ്റർ പാലാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫലൂദ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മാംഗോ ഫ്ലേവറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ വെർമസെലിയും പഞ്ചസാരയും സബ്ജ സീഡ്സും നട്ട്സും എല്ലാം ചേർന്ന് വരുന്ന മിക്സാണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളയ്ക്കുന്നവരെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇത് 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോഴത്തേക്ക് അത് കുറുകി വരാൻ തുടങ്ങും. ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് അവസാനം വരെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബേക്കേഴ്സിൻ്റെ തന്നെ എലൈച്ചി പിസ്ത ഫ്ലേവറും ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അതും നല്ല ടേസ്റ്റായിരുന്നു. ഇതേ മെത്തേഡിൽ തന്നെയാണ് അതും ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ ഇതെല്ലാം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ മിക്സ് എല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ കുറുകി വരുന്നതാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫലൂദ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബട്ടർ സ്കോച്ച് സിറപ്പ് വെച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗുൽക്കണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പെട്ടെന്നൊരു ലൈക്ക് കൂടെ ചെയ്തേക്കൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.